വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ കൊട്ടാരക്കരയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടുക, സോളാർ തട്ടിപ്പിലെ കൊടിക്കുന്നിലിന്റെ ബന്ധം അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പുലമൺ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൌൺ ചുറ്റി കച്ചേരിമുക്കിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് തടഞ്ഞ പോലീസിനെ കെ സുനിൽകുമാർ രൂക്ഷമായി വിമർശിച്ചു. വേണ്ടിവന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഓഫീസിലും ഡിവൈഎഫ്ഐ കയറുമെന്ന് സുനിൽകുമാർ പറഞ്ഞു. ഡിവൈഎഫ്ഐ എന്ന ഈ 4 അക്ഷരത്തെ തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ പോലീസ് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ബാരിക്കേഡിനപ്പുറത്തേക്കല്ല കൊടിക്കുന്നിൽ സുരേഷിന്റെ ഓഫീസിനകത്തേക്ക് പോകണമെന്ന് പോകാൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള സംഘടനാശേഷിയും സംഘക്കരുത്തും ചങ്കുറപ്പുമുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് കൊട്ടാരക്കരയിലെ പോലീസിനെ ഓർമ്മപ്പെടുത്താനാണ് ഇവിടെ നിന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി.പി. പ്രശാന്ത്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജി. മുരളീധരൻ, ജില്ലാ ട്രഷറർ രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രഞ്ജു സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.